എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 2 കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ തിളയ്ക്കാൻ പോകുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം. ഇതിട്ട ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മാക്രോണി വെന്ത് കിട്ടും. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാക്രോണി വെന്ത് കിട്ടും. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ ഈ മാക്രോണി ഈ കാസ്റ്റ് അയൺ പാനിലാണ് തയ്യാറാക്കുന്നത്. ഇത് ന്യൂട്രിയോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ കാസ്റ്റ് അയൺ ആകുമ്പം നല്ല ഹെവി ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഹാൻഡിൽ പിടിക്കുമ്പോൾ തന്നെ നോക്കിക്കേ, നല്ല ഹെവി ആയിട്ടുള്ള കാസ്റ്റ് അയൺ പാനാണിത്. ഇതുപോലെ ഹെവി ആയിട്ടുള്ള കാസ്റ്റ് അയൺ പാനാണ് എപ്പോഴും നല്ലത്. ഞാൻ ഇതിനു മുൻപൊക്കെ ഓരോ കാസ്റ്റ് അയൺ പാൻ കാണിച്ചിട്ടുണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. കാസ്റ്റ് അയൺ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിപ്പോൾ വുഡ് ഹാൻഡിലായത് കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് സീസൺഡ് കാസ്റ്റ് അയൺ പാനാണ്. അതായത് സീസണിങ് ചെയ്തിട്ട് വരുന്ന കാസ്റ്റ് അയൺ പാൻ ആയതുകൊണ്ട് തന്നെ നമ്മളിത് പഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലിയ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവോളയും, കോളിഫ്ലവർ ഏകദേശം 1/4 കപ്പും, ബീൻസ് 1/4 കപ്പും, പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി അല്ലി അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ബെൽ പെപ്പേഴ്സ്, അതായത് ക്യാപ്സിക്കം 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്, റെഡ്, ഗ്രീന്, യെല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സോസേജ് ആണ്. ഞാനിവിടെ ഒരു 4 സോസേജ് ഇതുപോലെ ഈ ഒരു കനത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സോസേജ് ഇല്ല, ചിക്കൻ ചേർക്കാമെങ്കിൽ സോസേജിന് പകരം വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കും. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. അതിൽ നമ്മൾ ക്യാപ്സിക്കം ഇപ്പം ചേർക്കത്തില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി തന്നെയാണ് നമുക്ക് ഈ കാസ്റ്റ് അയൺ പാൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കാലം ഇത് കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. നമുക്ക് ആരോഗ്യത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും വരത്തുമില്ല. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാണ്. കണ്ടോ, ഇത് സീസണിങ് കഴിഞ്ഞ് വന്ന പാൻ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ അടുക്കി പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പാൻ നല്ല ക്ലിയർ ആണ്. സോസേജ് ചേർത്ത് ഒരു 2 മിനിറ്റ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കാവാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കണം. ശരിക്കും ഒറിഗാനോ ഒക്കെ ഇടുമ്പോൾ നല്ലൊരു അരോമയാണ്.
ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 3 കളർ ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം ഒന്നും അധികം വേകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മളിത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. കണ്ടോ, അടുക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതെ, നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ ഇത് ഇത്രയും വഴറ്റിയതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഹെൽത്തി മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. ഇത് നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നതിന് മുൻപായി ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് സെർവ് ചെയ്യാൻ പോകുന്ന ഈ ബൗളും ന്യൂട്രിയോണ്ട് തന്നെയാണ്. അപ്പം ഇത് സെറാമിക് ബൗളാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ബൗൾ അല്ലേ. ഇത് നമുക്ക് മൈക്രോവേവ് ഓവനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൗളാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നോക്കിയാൽ മതി. നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തിയായ മാക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ.